നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇന്നത്തെ കാലത്ത് പിള്ളേർ ഇങ്ങനെയൊക്കെയാണ് കല്യാണം നടത്തുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡും അറിയില്ല, പറഞ്ഞാലൊട്ട് കേൾക്കത്തുമില്ല. എടാ മോനെ, കല്യാണം എന്ന് പറഞ്ഞ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ്. അത് ആഘോഷിക്കുകയും ആ നിമിഷങ്ങൾ ഫോട്ടോഷൂട്ട് പോലുള്ള പരിപാടികളൊക്കെ ചെയ്ത് കാത്തു സൂക്ഷിച്ചു വെക്കുകയും വേണം. അതിന് ചമ്മലോ പണച്ചിലവോ ഒന്നും നോക്കരുതടാ. ഗൗരിയമ്മ മാസാണ്. എന്തെങ്കിലും ആവട്ടെ. ആ, നമുക്ക് വേണ്ടി ഫോട്ടോഷൂട്ട് ചെയ്യാൻ വരുന്നതേ ക്രിഷ് ടച്ച്റിവറാ. ആ, ക്രിഷിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഓൺലൈൻ മീഡിയയില് വലിയ സ്റ്റാറാ. ഭാഗ്യമുള്ളവർക്കേ അയാളെ സ്റ്റില്ലെടുക്കാൻ കിട്ടാറുള്ളൂ. എന്റെ ഒരു കൂട്ടുകാരിയുടെ കല്യാണത്തിന് കൃഷി ഫോട്ടോ എടുക്കാൻ വന്നിരുന്നു. ആ കോണ്ടാക്ട് വെച്ചാ ഞാൻ അദ്ദേഹത്തെ വിളിച്ചത്. അയാള് സമ്മതിച്ചെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ, ഒരു ഫോട്ടോഗ്രാഫറിന് ഇത്രയൊക്കെ വില കൊടുക്കേണ്ട കാര്യമുണ്ടോ? എടാ, എന്ത് ജോലിയും വൃത്തിയായിട്ട് ചെയ്യുന്നവരെ ബഹുമാനിക്കാൻ പഠിക്കണം. ശരി. ആ, പിന്നെ നമുക്ക് മാച്ചിങ് ആയ 2 ഡ്രസ് വാങ്ങണം. അതൊക്കെ എന്തിനാ? ആ, നന്നായിട്ട് തെരഞ്ഞാ മതിന്നേ. ഒരേ നേരത്തിലുള്ള 2 ഡ്രസ്സൊക്കെ നമ്മളേലുണ്ടാവുന്നേ. ഇങ്ങനെ ഒരു പിശുക്കൻ. പോയി പുതിയ ഡ്രസ് വാങ്ങിട്ട് വാടാ. ഓ ശരി. ദേ, ഇതൊക്കെ ഒരു പാഴ്ചെലവാണേ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. നീ കൂടുതലൊന്നും പറയണ്ട. പോയി ഡ്രസ് മാറിയിട്ട് വാ. പോടാ. ഇവനെ കൊണ്ട് ഞാൻ തോറ്റെന്റെ മോളെ. മോളെ കൊണ്ടിരിക്കേ. മഹിമയുടെ കല്യാണം അടുത്തത് എന്തായാലും നന്നായി. ആ കാരണം പറഞ്ഞ് കുറച്ചു ദിവസം മഞ്ജു ജോലിക്ക് പോവാതിരിക്കുമല്ലോ. ഇല്ലെങ്കിൽ അവൾ ആശുപത്രിയിൽ നിന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയനെ. സ്വന്തം കുഞ്ഞിനെ കുറിച്ച് ഇത്ര ചിന്തയില്ലാതെ എങ്ങനെ ഒരു പെണ്ണിന് പെരുമാറാൻ കഴിയുക? അവൾക്ക് സ്വന്തം ഡ്യൂട്ടിയെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ.